السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അതായത് അല്ലാഹു ഒരുവനിലും അവന്റെ കഴിവിന് ഉപരിയായി ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നില്ല. മനുഷ്യന്റെ കഴിവിനും യോഗ്യതയ്ക്കുമതീതമായ ഒരു കൽപ്പനയും അല്ലാഹു നൽകുന്നില്ലെന്ന് അവൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. മനുഷ്യന്റെ കഴിവുകൾക്കുള്ളിലുള്ള കൽപ്പനകൾ അല്ലാഹു നൽകുമ്പോൾ അവ പ്രാവർത്തികമാക്കേണ്ട ഉത്തരവാദിത്വം മനുഷ്യനുണ്ട്. ഇന്ന കൽപ്പന എന്റെ കഴിവുകൾക്കതീതമാണെന്ന് ഒരു യഥാർത്ഥ സത്യവിശ്വാസിക്ക് ഉപായം പറയാൻ കഴിയുകയില്ല. അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ അവന്റെ സകല കൽപ്പനകളും തങ്ങളുടെ കഴിവുകൾക്കനുസൃതമാണെന്ന വിശ്വാസവും ഉണ്ടായിരിക്കേണ്ടതാണ്. നാം നമ്മുടെ മുഴുവൻ കഴിവും വിനിയോഗിച്ചുകൊണ്ട് അവ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇത് ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യാപനമാണ്. ഈ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിച്ച് തീർച്ചയായും നിങ്ങൾ അതിന്റെ ഉത്തുംഗ ശ്രേണിയിൽ എത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ല. ഇതനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ശിക്ഷാർഹരായിരിക്കുമെന്നും അല്ലാഹു പറഞ്ഞിട്ടില്ല. മറിച്ച് നിങ്ങളുടെ കഴിവനുസരിച്ച് ഓരോ കൽപ്പനയും പ്രാവർത്തികമാക്കേണ്ടതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യന്റെ പ്രകൃതത്തെക്കുറിച്ചും മനുഷ്യന്റെ അവസ്ഥകളെക്കുറിച്ചും നാം വിലയിരുത്തുകയാണെങ്കിൽ ഓരോ മനുഷ്യന്റെയും കഴിവുകൾ വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. അവന്റെ മാനസികാവസ്ഥ, അവന്റെ ശാരീരിക ഘടന, അവന്റെ ജ്ഞാനം, ബുദ്ധിശക്തി എന്നിവ വ്യത്യസ്തമാണ്. അല്ലാഹു മനുഷ്യന്റെ ബലഹീനതയും അവന്റെ അവസ്ഥയും അവന്റെ ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ട്
തന്റെ കൽപ്പനകളിൽ ഒരു അയവ് വെച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും താഴ്ന്ന നിലവാരവുമുണ്ട്, ഏറ്റവും ഉന്നത നിലവാരവും നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്രയും അയവുള്ള സ്ഥിതിക്ക് നിങ്ങൾ സത്യസന്ധമായി എന്റെ കൽപ്പനകൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്ന് അള്ളാഹു പറയുന്നു. മനുഷ്യപ്രകൃതം പരിഗണിച്ചുകൊണ്ട് നൽകപ്പെട്ട ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനമാണിത്. ദൈവമേ, എന്റെ പ്രകൃതത്തിനും അവസ്ഥക്കുമനുസരിച്ചുള്ള കൽപ്പനയല്ല നിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിച്ച് ഉന്നത നിലവാരം കരസ്ഥമാക്കണമെന്ന് കൽപ്പിക്കുകയും എന്നാൽ എന്റെ ശാരീരിക അവസ്ഥ നിന്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിച്ച് അതിന്റെ ഉന്നത നിലവാരത്തിൽ എത്തിക്കണവണ്ണം ഒട്ടില്ലതാനും. അല്ലെങ്കിൽ എന്റെ ഭൗതിക തലം, അതുമല്ലെങ്കിൽ എന്റെ മറ്റെന്തെങ്കിലും ബലഹീനതകൾ ഈ നിലവാരം കരസ്ഥമാക്കുന്നതിന് വിഘാതമാണ്. എനിക്കെങ്ങനെ ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾക്ക് അവൻ അവസരം നൽകിയിട്ടില്ല. എന്നാൽ അല്ലാഹു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഒഴികഴിവുകൾക്കും വിരാമമിട്ടിരിക്കുകയാണ്. നിസ്സംശയം അല്ലാഹു മനുഷ്യനെ തന്റെ കൽപ്പനകളും അധ്യാപനങ്ങളും പ്രാവർത്തികമാക്കാൻ ബാധ്യസ്ഥരാക്കിയിരിക്കുകയാണ്. ഇതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് അവനോട് പറയപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇതിന്റെ ചെറിയ ചെറിയ നിലവാരം വരെ വെച്ചുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാത്തത് മൂലം ലഭിച്ചേക്കാവുന്ന ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നവർക്കുള്ള പഴുതും അടച്ചിരിക്കുന്നു. നിങ്ങളുടെ അവസ്ഥക്കനുസരിച്ചുള്ള നിലവാരമാണിത്. എന്തുതന്നെയായാലും ഇതനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടതായി വരും. ഇത് സംബന്ധമായി ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിനോട് പറയുന്നു, യുക്തിഹീനമായ കാര്യങ്ങൾ അംഗീകരിക്കാൻ ഒരാളും ബാധ്യസ്ഥരല്ല. ശക്തിക്ക് താങ്ങാവുന്നതിലും മനക്കരുത്തിനതീതവുമായ ഒരു ശർഈ ബാധ്യതയും ചുമത്തപ്പെട്ടിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അള്ളാഹുവിന്റെ കൽപ്പനകൾ ആർക്കും പ്രാവർത്തികമാക്കാൻ പറ്റാത്ത വിധത്തിലുള്ളതല്ലെന്ന് ഈ വചനം സ്പഷ്ടമാക്കുന്നു. തന്റെ പാണ്ഡിത്യവും വൈഭവവും വിവേചനാധികാരവും ആധിപത്യത്തിന്റെ പെരുമയും മനുഷ്യർക്ക് മുന്നിൽ പ്രകടമാക്കുന്നതിന് വേണ്ടിയല്ല അല്ലാഹു നിബന്ധനകളും കൽപ്പനകളും പുറപ്പെടുവിച്ചിട്ടുള്ളത്. അവിവേകിയും ബലഹീനനുമായ മനുഷ്യന് ഈ കൽപ്പനകൾ എങ്ങനെ നടപ്പിൽ വരുത്താൻ കഴിയുമെന്ന് കരുതി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിരത്തി മനുഷ്യന് മുന്നിൽ അഹന്ത നടിക്കാൻ അവൻ തീരുമാനിച്ചുറച്ചിരിക്കുകയായിരുന്നു. അല്ലാഹു ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും അതീതനും പരിശുദ്ധനുമാണ്. അല്ലാഹു ഓരോ മനുഷ്യന്റെയും കഴിവുകൾ, അവന് നൽകിയിട്ടുള്ള അവയവങ്ങളും ശക്തികളും പരിഗണിച്ച് അവന്റെ ശേഷിക്കും കഴിവിനുമനുസരിച്ച് തന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കണമെന്നേ മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്നുള്ളൂ. തന്റെ ഗാംഭീര്യം നിലനിർത്തുന്നതിനായി കൽപ്പന പുറപ്പെടുവിക്കാൻ അല്ലാഹു നമ്മെപ്പോലെയല്ല. തന്റെ കീഴ്ജീവനക്കാരെ ശല്യം ചെയ്യുന്നതിനായി ഓരോരോ കൽപ്പനകൾ നൽകുകയും അത് ചെയ്യാതെ വരുമ്പോൾ അവരെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന മേലുദ്യോഗസ്ഥനെയും പോലെയല്ല അവൻ. മറിച്ച് തന്റെ ദാസരുടെ മേൽ ദൈവത്തിന്റെ കാരുണ്യവർഷം അസംഖ്യമാണ്.
ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുകയാണെങ്കിൽ അവൻ എത്രയോ ഇരട്ടി പ്രതിഫലം നൽകുന്നു. ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നേ അവൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അളവറ്റ പ്രതിഫലം നൽകുന്നു. ഇത്രയും കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കാൻ മനുഷ്യൻ തന്റെ കഴിവിനനുസരിച്ച് പരിശ്രമിക്കേണ്ടതല്ലേ? ഒരു യഥാർത്ഥ സത്യവിശ്വാസി തീർച്ചയായും ഇതിനുവേണ്ടി ശ്രമിക്കേണ്ടതുമാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം മറ്റൊരിടത്ത് പറയുന്നു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ശരീഅത്തിന്റെ അടിസ്ഥാനം ലാളിത്യത്തിലാണ്, കാഠിന്യത്തിലല്ല. അതായത് ഓരോരുത്തരോടും അവരവരുടെ കഴിവിനനുസരിച്ച് പെരുമാറുന്നതായിരിക്കും. ശരീഅത്ത് ലാളിത്യവും എളുപ്പവും പ്രദാനം ചെയ്യുന്നു. അല്ലാഹു കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചെറുതിൽ ചെറുതിന്റെയും വലിയതിൽ വലിയതിന്റെയും പരിധി നിശ്ചയിച്ചിരിക്കുന്നു. ഓരോരുത്തരുടെയും ബൗദ്ധിക വൈജ്ഞാനിക അവസ്ഥക്കനുസരിച്ച് മനുഷ്യന്റെ ബുദ്ധിക്കും പ്രവൃത്തിക്കും പരിധി നിശ്ചയിച്ചു. മനുഷ്യൻ മനോരോഗിയോ ഭ്രാന്തനോ അല്ലാത്തപക്ഷം അല്പബുദ്ധിയുള്ളവർക്ക് പോലും അവരുടെ കഴിവും ശക്തിയുമനുസരിച്ച് പ്രവർത്തിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഓരോ മനുഷ്യനും വിശ്വാസം നേടണമെന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നു. അതിനാൽ അവൻ അല്പബുദ്ധികൾക്കു പോലും ഒരു തലം നിശ്ചയിച്ചിരിക്കുന്നു. ഓരോരുത്തരും തങ്ങളുടെ കഴിവിനനുസരിച്ച് വിശ്വാസം പ്രാപിക്കേണ്ടതാണ്. ചെറിയ ചെറിയ ബുദ്ധിക്കും അവൻ ഒരു നിലവാരം നിശ്ചയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എല്ലാവർക്കും വിശ്വാസം കൈക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. അവർക്ക് വിശ്വാസം കൈക്കൊള്ളേണ്ടത് നിർബന്ധമാകുമായിരുന്നില്ല. കേവലം ബുദ്ധിയുടെ ഉയർന്ന നിലവാരം പുലർത്തുന്നവർ വലിയ കഴിവും ശേഷിയും ഉള്ളവർക്ക് മാത്രമേ വിശ്വാസം സാധ്യമാകുമായിരുന്നുള്ളൂ. ഒരാൾക്കൊരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കിയില്ല എന്ന ആരോപണത്തിന് അയാൾ വിധേയനാവുകയില്ല. ആയതിനാൽ അതിനിസ്സാര ബുദ്ധിയുമുള്ളവർ മുതൽ ബുദ്ധിയുടെ ഉന്നത നിലവാരം പുലർത്തുന്നവർ വരെ വിവിധ തലങ്ങൾക്കനുസരിച്ചുള്ള മാനദണ്ഡം നിശ്ചയിച്ചിരിക്കുന്നു. ചിലർ വലിയ ബുദ്ധിമാനായിരിക്കും, ചിലർ ചെറിയ ബുദ്ധിമാനായിരിക്കും, ചിലരിൽ കൂടുതൽ കഴിവും യോഗ്യതയും ഉണ്ടായിരിക്കും, ചിലരിൽ കുറച്ച് യോഗ്യതയും കഴിവുമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഭൗതിക കാര്യങ്ങളിലും നാം കണ്ടുവരുന്നത് ഈ ബുദ്ധിയുടെ കഴിവും അഭിരുചിയും അനുസരിച്ച് ചിലർ ഉയർന്ന ജോലി ചെയ്യാൻ പ്രാപ്തരാകുന്നു. ഈ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് മുന്നേറുന്നു. ചിലർ മധ്യത്തിലാവുന്നു, ചിലർ ഒരുപാട് പിന്നിലാവുന്നു. തൊഴിലിന്റെ അടിസ്ഥാനത്തിലും നാം കാണുന്നത് ചിലർക്ക് ചില തൊഴിലിൽ മുന്നേറാനുള്ള കഴിവുണ്ടാകും, ചിലർ മറ്റു ചില തൊഴിലുകളിൽ. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലർക്ക് ചില വിഷയങ്ങളിൽ അഭിരുചി ഉണ്ടാകും, മറ്റു ചിലർക്ക് മറ്റു ഭാഗത്തേക്കും. ഇത് സ്വാഭാവികമാണ്. അഭിരുചി വിവിധ പ്രവൃത്തികൾ ചെയ്യാനും അതിൽ വിജയം നേടാനുമായി നയിക്കുന്നു. എന്തായാലും ഒരു മനുഷ്യരും തുല്യരല്ല.
അള്ളാഹു തുല്യരായി സൃഷ്ടിച്ചിട്ടേയില്ല, തുല്യരാക്കി വെക്കാൻ സാഹചര്യവും അനുവദിക്കുകയില്ല. മനുഷ്യന്റെ കഴിവുകൾ വ്യത്യസ്തമായിരിക്കും. സമാന അവസരങ്ങൾ നൽകപ്പെട്ടാലും ചിലർ മുന്നേറുന്നു, ചിലർ പിന്നിലായി പോകുന്നു. ബുദ്ധി ഒഴിച്ചുള്ള മറ്റു ഘടകങ്ങളും ഉണ്ടായിരിക്കും. ഈമാന്റെയും ഇതേ അവസ്ഥ തന്നെയാണ്. ബാഹ്യമായി സംഭവിക്കുന്നത് പോലെ തന്നെ ഈമാന്റെ കാര്യത്തിലും സംഭവിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുന്നതിന്റെയും അവസ്ഥ ഇതുതന്നെയാണ്. തങ്ങളുടെ കഴിവും ശേഷിയും അനുസരിച്ച് ചിലർ മുന്നേറുന്നു, ചിലർ പിന്നിലായി പോകുന്നു. എല്ലാവരും വിശ്വസിക്കണമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്നാൽ എല്ലാവരുടെ വിശ്വാസവും പ്രവർത്തന നിലവാരവും ഒരുപോലെയാവുകയില്ല. അങ്ങനെ പ്രതീക്ഷിക്കാവതല്ല. ജനങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല, എന്തിന് തന്നെത്താൻ ചീത്തയാകുന്നു എന്ന് അള്ളാഹു ചോദിക്കുന്നു. ഇത് ഖുർആനിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഹസരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഹസരത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നിവരെ പോലെ എല്ലാ വിശ്വാസികളും എന്തുകൊണ്ടാവുന്നില്ല എന്ന് ചോദിക്കുന്നുമില്ല. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സന്നിധിയിൽ ഹാജരായി ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പകലും രാത്രിയുമായി 5 നേര നമസ്കാരം നിർബന്ധമാണ്. ഇതുകൂടാതെയും വല്ല നമസ്കാരവുമുണ്ടോ എന്ന് അയാൾ ചോദിച്ചു. ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു. താൽപര്യമുണ്ടെങ്കിൽ ഐച്ഛിക നമസ്കാരം അനുഷ്ഠിക്കാവുന്നതാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, 1 മാസത്തെ വ്രതാനുഷ്ഠാനം നിർബന്ധമാണ്. ഇത് കൂടാതെയും വല്ല നോമ്പും ഫർദായിട്ടുണ്ടോ എന്നയാൾ ചോദിച്ചു. ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു. ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഐച്ഛികമായി നോമ്പെടുക്കാവുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി. ഇതേ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തിനെ കുറിച്ചും പറയുകയുണ്ടായി. തദവസരത്തിൽ ഇത് കൂടാതെയും വല്ല സകാത്തും നിർബന്ധമായിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇല്ല എന്ന് പറയുകയും എന്നാൽ പ്രതിഫലത്തിനായി ഐഹിക ദാനം നൽകാവതാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇക്കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് അള്ളാഹുവാണ് സത്യം, ഞാനിതിൽ അധികം ചെയ്യുകയില്ല, കുറവും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മടങ്ങി. അദ്ദേഹം പറയുന്നത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ സത്യമാണ് പറയുന്നതെങ്കിൽ അയാൾ വിജയിച്ചു. അദ്ദേഹത്തെ വിജയം പ്രാപിക്കുന്നവനായി വിശേഷിപ്പിച്ചു. ഇത് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ സുവാർത്ത അറിയിച്ചു. ഇതിൽ നിന്നും മനസ്സിലാവുന്നത് ഇസ്ലാം എല്ലാ ഓരോരുത്തരോടും ഹസരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഹസരത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇവരുടെ പോലെ ഉള്ള ഈമാൻ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഓരോരുത്തരുടെയും വ്യത്യസ്ത പദവികളാണ്. ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. ഓരോരുത്തർക്കും വിശ്വാസത്തിന്റെ ഒരു നിലവാരമുണ്ട്. ഹസരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു സക്കാത്ത് കൂടാതെ തന്റെ വീട്ടിലെ മുഴുവൻ ധനവും എടുത്തുകൊണ്ടുവന്നു. ഹസരത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇന്ന് ഞാൻ മുന്നേറുന്നതാണെന്ന് കരുതി വീട്ടിലെ പകുതി ധനം എടുത്തുകൊണ്ടുവന്നു. എന്നാൽ ഹസരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലെ മുഴുവൻ ധനവും കൊണ്ടുവന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ചുരുക്കത്തിൽ എല്ലാവർക്കും ഇവിടെയും ഒരു നിലവാരമുണ്ട്. നിസ്സംശയം ഈ ഉന്നത നിലവാരം എല്ലാവരോടും ആവശ്യപ്പെടുന്നില്ല എന്നത് ശരിയാണ്. എന്നാൽ പ്രേരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഐച്ഛിക കർമ്മങ്ങൾക്കും പ്രതിഫലമുണ്ടെന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഐച്ഛിക കർമ്മങ്ങൾ നിർബന്ധ കർമ്മങ്ങളിലെ കുറവുകളെയും പൂർത്തിയാക്കുന്നുവെന്നും വിശ്വാസത്തിലും ദൃഢതയിലും അഭിവൃദ്ധി ഉണ്ടാക്കുന്നുവെന്നും പറയപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഒരാളുടെ സാഹചര്യം അനുവദിക്കുന്നില്ലെങ്കിലും നിർബന്ധമായും
ഐച്ഛിക കർമ്മങ്ങൾ നിർവഹിക്കണമെന്ന് പറയപ്പെട്ടിട്ടില്ല. കേവലം ഐച്ഛിക നമസ്കാരം മാത്രമല്ല, നിർബന്ധ കാര്യങ്ങൾ കൂടാതെയുള്ള സാമ്പത്തിക ത്യാഗത്തിന്റെയും സമയത്യാഗത്തിന്റെയും കാര്യം ഇതുതന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഉന്നത നിലവാരത്തിലുള്ള കർമ്മങ്ങൾ ഇസ്ലാമിൽ കഴിവുകൾക്കനുസരിച്ചാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നിർബന്ധമാക്കിയിട്ടില്ല. കഴിവുകൾ വ്യത്യസ്തമായിരിക്കും. എന്നാൽ പൊതുവായി ഉണ്ടാകുന്ന ഏറ്റവും ചുരുങ്ങിയ കഴിവും ബുദ്ധിയുമനുസരിച്ചുള്ള കർമ്മങ്ങളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈമാന്റെ ഉന്നത നിലവാരം എല്ലാവരിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും ഉന്നത വിശ്വാസം പുലർത്തുന്നവന്റെ നിലവാരം സ്വന്തം ഉന്നത നിലവാരമനുസരിച്ചുള്ളതായിരിക്കണം. എന്നാൽ ചുരുങ്ങിയ വിശ്വാസമുള്ളവനും അവന്റെ ഉന്നത നിലവാരത്തിലേക്ക് എത്തണമെന്ന് പറഞ്ഞിട്ടില്ല. കഴിവും യോഗ്യതയുമനുസരിച്ച് ഈ വ്യത്യാസം കൽപ്പിച്ചിട്ടുണ്ട്. ആരെയും ബുദ്ധിമുട്ടിലാക്കിയിട്ടില്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം ഒരിടത്ത് പറയുന്നു, അള്ളാഹു മനുഷ്യാത്മാക്കളെ അവരുടെ അറിവുകളുടെ പരിധികൾക്കപ്പുറം ഏതെങ്കിലും കാര്യം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. മനസ്സിലാക്കാനുള്ള മനുഷ്യന്റെ കഴിവുകൾക്കുള്ളിലുള്ള വിശ്വാസം മാത്രമാണ് അള്ളാഹു സമർപ്പിച്ചിട്ടുള്ളത്. അവന്റെ കൽപ്പന കഴിവുകൾക്കതീതമായതും ദുഷ്കരവുമാവാതിരിക്കാനാണിത്. ഓരോരുത്തരുടെയും കർമ്മത്തിന്റെയും കഴിവിന്റെയും അതിരുകൾ, അതാണ് അവരുടെ നന്മയുടെ നിലവാരം. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു കഴിവിന് ഉപരിയായി ആരെയും ബുദ്ധിമുട്ടിലകപ്പെടുത്തുന്നില്ല. അള്ളാഹുവിന്റെ ദൃഷ്ടി നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് വരെ അഥവാ പാതാളം വരെ ഉണ്ടെന്ന യാഥാർത്ഥ്യം വ്യക്തമായിരിക്കേണ്ടതാണ്. തങ്ങളുടെ അജ്ഞതയും ബുദ്ധിശൂന്യതയും അല്ലെങ്കിൽ കഴിവുകളുടെ പരിമിതി തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള ഉപായങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ വിലപ്പോവുകയില്ല. അതിനാൽ ഇക്കാര്യങ്ങൾ മുൻനിർത്തി തങ്ങളുടെ കഴിവുകളെ വിലയിരുത്തിക്കൊണ്ട് തങ്ങളുടെ വിശ്വാസത്തെയും കർമ്മത്തെയും മാറ്റുരയ്ക്കേണ്ടതാണ്. ചെറിയ ചെറിയ നിലവാരം പുലർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഒഴിവ് കിട്ടി എന്ന് കരുതരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയ നിലവാരം എന്നത് നിർബന്ധമാക്കപ്പെട്ട 5 നേര നമസ്കാരമായിരുന്നു. പുരുഷന്മാർക്ക് 5 നേര നമസ്കാരം ജമാഅത്തായിട്ട് തന്നെ നിർബന്ധമാണ്. നോമ്പ് നിർബന്ധമാണ്. സാമ്പത്തിക ത്യാഗം, ധനമുണ്ടെങ്കിൽ സകാത്തും നിർബന്ധമാണ്. ഇത് ഏറ്റവും ചുരുങ്ങിയ നിലവാരമാണ്. ഈ നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിക്കൊണ്ട് തങ്ങളെ മാറ്റിവെച്ചു നോക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞ ഹദീസിൽ ആ വ്യക്തി പറഞ്ഞത്, ഞാനിതിൽ കൂടുതലോ കുറവോ ചെയ്യുകയില്ല എന്നത് ആ വ്യക്തി വിളംബരം ചെയ്ത ഏറ്റവും ചുരുങ്ങിയ നിലവാരമായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കൃത്യമായി നമസ്കാരം പോലും അനുഷ്ഠിക്കാത്ത ധാരാളം പേർ നമ്മിലുണ്ട്. ഇത് നിർബന്ധമാണ്. ഞാൻ പറഞ്ഞതുപോലെ പുരുഷന്മാർക്ക് ജമാഅത്തായിട്ട് തന്നെ നിർബന്ധമാണ്. ദൈവത്തെ വഞ്ചിക്കാൻ സാധ്യമല്ലെന്ന് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നതിലുപരിയായി ദീനിന്റെ കാര്യങ്ങൾക്കായി പരിശ്രമിക്കേണ്ടതാണ്. കഴിവുകൾ വികസിപ്പിക്കാനും ശ്രമിക്കേണ്ടതാണ്. ബലഹീനർ എപ്പോഴും തങ്ങൾക്കൊരു ആശ്രയം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കഴിവുകൾ വ്യത്യസ്തമായിരിക്കുന്നത് കാരണം യോഗ്യതയുള്ളവർ മുന്നേറുന്നു. എന്നാൽ ചിലർ കൂടുതൽ ആശ്രയം തേടുന്നു. എന്നാൽ അവരുടെ കഴിവ് ഇത്രമാത്രമായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് തളർന്നിരിക്കുന്നില്ല.
ഭൗതിക കാര്യങ്ങളിൽ ഒരാളുടെ കഴിവിനുപരിയായ ഭാരം ഒരാളിൽ ചുമത്തപ്പെട്ടേക്കാം. എന്നാൽ ദീനിന്റെ കാര്യത്തിൽ ഇങ്ങനെയില്ല. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിനു ശേഷം കഴിവിനതീതമായ ഭാരം ആരിലെങ്കിലും ചുമത്തപ്പെട്ടുവെന്ന ചോദ്യം തന്നെ ഉത്ഭവിക്കുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി ഭൗതിക കാര്യങ്ങളിൽ ഉണ്ടാവാറുള്ളതുപോലെ ചില ആശ്രയങ്ങൾ ആവശ്യമായി വരാറുണ്ട്. ഒരു ദുർബലനായ വിദ്യാർത്ഥി നിരന്തരം തന്റെ പാഠം അധ്യാപകരിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുപോലെ ബലഹീനരായ വിശ്വാസികൾ ഈ ആശ്രയങ്ങളിലേക്ക് തിരിയേണ്ടതാണ്. അധ്യാപകരുടെ പരിശ്രമഫലമായി അത്തരക്കാരുടെ നിലവാരം മെച്ചപ്പെടാറുണ്ട്. എന്നാൽ അധ്യാപകൻ സഹായിച്ചിട്ടില്ലെങ്കിൽ വളരെ പിന്നിലായി പോവാറുമുണ്ട്. എന്നാൽ സഹായിക്കാത്ത അധ്യാപകർ തങ്ങളുടെ നിലപാടുകൊണ്ട് തങ്ങളുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും ശരിയാവണ്ണം നിറവേറ്റുന്നില്ല എന്നാണ് തെളിയിക്കുന്നത്. പ്രത്യുത തന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടുന്ന അധ്യാപകനായിരിക്കും. ഇവിടെ ഞാൻ ദീനി കാര്യങ്ങൾക്കായി നിയമിതരായ അധ്യാപകരുടെയും ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മുടെ മുറബ്ബിമാരും മുബല്ലിഗുമാരും പണ്ഡിതന്മാരുമൊക്കെ അള്ളാഹു അവരുടെ കഴിവുകൾ വർദ്ധിപ്പിച്ച കാരണത്താൽ അതിനെ ശരിയാവണ്ണം വിനിയോഗിക്കുകയും ചെയ്യേണ്ടതാണ്. തങ്ങളുടെ കഴിവുകൊണ്ട് ബലഹീനരായവരുടെ കഴിവിനെ വൈജ്ഞാനികമായി പരിപോഷിപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇത് താങ്കളുടെ ഭാഗത്തുനിന്ന് അള്ളാഹു നൽകിയിട്ടുള്ള കഴിവുകൾക്കുള്ള കൃതജ്ഞതയായിരിക്കും. യഥാർത്ഥമായ നിലയിൽ അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മനുഷ്യൻ കുറ്റക്കാരനായിത്തീരുന്നതാണ്. ആയതിനാൽ ദീനിന്റെ പരിജ്ഞാനമുള്ള മുറബ്ബിമാരും മുബല്ലിഗുകളും മറ്റ് വഖഫ് ചെയ്തവരും ജനങ്ങളുടെ കഴിവുകൾക്ക് ആശ്രയം നൽകിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചുരുങ്ങിയ നിലവാരത്തിലേക്കെങ്കിലും കഴിവുകളെ വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഏത് നിലവാരത്തിലാണോ അവരുള്ളത് അതിന് വിവിധ തലങ്ങളുണ്ട്, അതിനെയും ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ്. ഇത് അഭിവൃദ്ധി പ്രാപിക്കുന്ന ജനങ്ങളുടെ വിശ്വാസത്തിലും ദൃഢതയിലും വർധനവിന് കാരണമാകുന്നതോടൊപ്പം ജമാഅത്തിന്റെ അഭിവൃദ്ധിയിലും പ്രധാന പങ്ക് വഹിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അറിവ് മുഖേന നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാൻ മുറബ്ബിമാരോടും മുബല്ലിഗുമാരോടും അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അതിനെ തങ്ങളുടെ സഹോദരങ്ങളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി വിനിയോഗിക്കേണ്ടതാണ്. അള്ളാഹു പറഞ്ഞത് ഇപ്രകാരമാണ്: വൽ തകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈർ. നിങ്ങളിൽ നിന്നും ജനങ്ങളെ അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ഒരു വിഭാഗമുണ്ടായിരിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് ലോകത്ത് പലയിടത്തും അഹമ്മദിയ ജമാഅത്തിന്റെ ജാമികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവിടെ നിന്നും മതപരമായ വിജ്ഞാനം കരസ്ഥമാക്കി മുറബ്ബിമാരും മുബല്ലിഗുകളും തയ്യാറായി വരുന്നുണ്ട്. ജമാഅത്തിന്റെ ശിക്ഷണപരമായ കാര്യങ്ങളിലേക്ക് പൂർണ്ണമായി ശ്രദ്ധിക്കുക എന്നത് അവരുടെ ജോലിയാണ്. ചില പ്രത്യേക അവസരത്തിലേക്കോ പ്രസംഗത്തിനോ അല്ലെങ്കിൽ സംവാദത്തിനോ അല്ലെങ്കിൽ കേവലം ഏതാനും വ്യക്തികൾക്ക് തബ്ലീഗ് ചെയ്യുന്നതിനോ ആയോ അല്ല
അവർ ദീനീ പരിജ്ഞാനം കരസ്ഥമാക്കിയത്. മറിച്ച് നിരന്തരം തങ്ങളെ ഇക്കാര്യത്തിൽ വ്യാപൃതരാക്കേണ്ടതാണ്. ഇത് അവരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. സ്വന്തക്കാരുടെ തർബിയത്തും ചെയ്യണം. അവരുടെ വിശ്വാസത്തിലും ദൃഢതയിലും പുരോഗതി പ്രാപിക്കാനുള്ള മാർഗങ്ങളും പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അവരുടെ ശാക്തീകരണത്തിനുള്ള ശ്രമവും നടത്തേണ്ടതാണ്. അതോടൊപ്പം ലോകത്തെ നന്മയിലേക്ക് ക്ഷണിക്കാനുള്ള പുതിയ പുതിയ മാർഗങ്ങളും രീതികളും കണ്ടെത്തുകയും ചെയ്യേണ്ടതാണ്. കൂടുതൽ അനുഭവസ്ഥരായവർ ചിലർ പറയും, ജോലിയൊന്നുമില്ല എന്ന്. നൽകപ്പെടുന്ന ജോലികൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുന്നുവെന്ന് പറയാറുണ്ട്. എന്നാൽ ഇത് തെറ്റാണ്. ഇത് കേവലം ഒഴികഴിവുകൾ മാത്രമാണ്. ചിലർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം തങ്ങളുടെ ഗാർഹിക ഉത്തരവാദിത്തങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു. ചിലർ തങ്ങളുടെ വ്യക്തിത്വത്തിലേക്ക് അമിതമായി ശ്രദ്ധ കൊടുക്കുന്നവരായിരിക്കും. ഇത്തരക്കാർ ഏതാനും പേർ മാത്രമായിരിക്കും. എന്നാൽ ഇങ്ങനെയാണെങ്കിൽ ചെറിയ ജമാത്തുകളിൽ ഇത് കൂടുതൽ പ്രകടമായിരിക്കും. ആഴ്ചയിൽ 3 ദിവസം കടകളിൽ ചുറ്റി നടക്കുന്നു. പുതുതായി വരുന്നവരുടെ കാര്യം മാത്രമല്ല പറയുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവരിൽ അധികം പേരും ത്യാഗമനസ്ഥിതിയുള്ളവരും ഇതുവരെ ഒരാവേശത്തോടുകൂടി പ്രവർത്തിക്കുന്നവരുമാണ്. അവർക്കങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഭൂരിപക്ഷം പേരും തങ്ങളുടെ സമയത്തിന് വിലമതിക്കുന്നവരാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചില അനുഭവസ്ഥർ എന്ന് പറയുന്നവർ അവർ ആദ്യം ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. അള്ളാഹു അവരുടെ മതവിജ്ഞാനത്തിലുള്ള കഴിവുകൾ പരിപോഷിപ്പിച്ച കാരണത്താൽ അവരിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ സ്വന്തം നിലയിലും ശരിയാം വണ്ണം വിനിയോഗിക്കേണ്ടതാണ്. ജമാഅത്തംഗങ്ങളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിൽ ഒരു നല്ല ഗുരുനാഥനെപ്പോലെ അവ വിനിയോഗിക്കേണ്ടതാണ്. ലോകത്ത് വിവിധ വ്യവസ്ഥിതികളുണ്ട്. വ്യവസ്ഥിതിയുടെ നടത്തിപ്പിനായി നാനാതരം ആളുകളുടെയും ആവശ്യമുണ്ടെന്ന് അള്ളാഹുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് കുറച്ച് പേർ തങ്ങളുടെ വിശ്വാസവും മതപരിജ്ഞാന ശേഷിയും വർദ്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ നന്മയ്ക്കായി അത് വിനിയോഗിക്കണമെന്ന് അള്ളാഹു പറഞ്ഞത്. ജീവിതം വഖഫ് ചെയ്തവർ സ്വന്തം ഇഷ്ടപ്രകാരം അള്ളാഹുവിന്റെ ആഹ്വാനത്തിന് ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ട് തങ്ങളെ ഇക്കാര്യത്തിനായി സമർപ്പിച്ചവരാണ്. ആയതിനാൽ ഇതിന്റെ അവകാശം നിറവേറ്റണമെന്ന് ഈ അറിവും ഈ സമർപ്പണവും ആവശ്യപ്പെടുന്നുണ്ട്. ഈ അറിവ് പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും എല്ലാവരും ഒരുപോലെയാവില്ല എന്നതും പരമാർത്ഥമാണ്. ഓരോരുത്തർക്കും തന്റേതായ കഴിവുകളുണ്ട്. എല്ലാവർക്കും ഒരേപോലെ മറ്റുള്ളവർക്ക് പ്രയോജനം നൽകാൻ കഴിയുകയില്ല. മറ്റുള്ളവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാനും കഴിയുകയില്ല. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കഴിവുകൾ ദീനീ പരിജ്ഞാനം കരസ്ഥമാക്കുന്നതിലും അത് പകർന്നു നൽകുന്നതിലും വ്യത്യസ്തമായിരിക്കും. എന്നാൽ ഉള്ള കഴിവുകളും യോഗ്യതകളും വിനിയോഗിക്കുന്നതിൽ ഉന്നതമായ നിലവാരം പ്രാപിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ദുർബലരായ സഹോദരങ്ങൾക്കിത് ഗുണകരമാവുന്നതോടൊപ്പം ജമാഅത്തിന്റെ നിലവാരം ഉയർത്തുന്നവരായിത്തീരുന്നതാണ്. ആയതിനാൽ ജീവിതം വഖഫ് ചെയ്തവർ, വിശിഷ്യ മുറബിമാർക്ക് വളരെ വലിയ ഉത്തരവാദിത്തമുണ്ട്. ജമാഅത്ത് അംഗങ്ങളുടെ കഴിവുകളുടെ നിലവാരം ഉയർത്തുന്നതിന് അവർക്ക് ഒരു വലിയ ഭാഗധേയം വഹിക്കാൻ കഴിയുന്നതാണ്.
അതേപ്രകാരം ഭാരവാഹികളും ജമാഅത്തംഗങ്ങൾ അവരെ ഭാരവാഹികൾ ആക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ കഴിവുകളും അവരുടെ അറിവും അവരുടെ ബുദ്ധിയും തങ്ങളെക്കാൾ മികച്ചതാണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. തെരഞ്ഞെടുക്കുന്നവരുടെ ചിന്താഗതി ഇത്തരത്തിലായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇതുകൂടാതെ അവർക്ക് അവരുടെ അമാനത്തിന്റെ കടമ നിറവേറ്റാൻ സാധിക്കുകയില്ല. ഈ ചിന്താഗതിയും ഏറ്റവും ചുരുങ്ങിയ നിലവാരമാണ്. ഭാരവാഹികളെ തെരഞ്ഞെടുക്കുമ്പോൾ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഈ ചുരുങ്ങിയ നിലവാരമെങ്കിലും മുന്നിലുണ്ടെങ്കിൽ കേവലം സ്ഥാനത്തിനു വേണ്ടി മാത്രം തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ തെരഞ്ഞെടുക്കപ്പെടുന്നതല്ല. എന്തായാലും ജമാഅത്തിന്റെ പുരോഗതിക്കായി വൈജ്ഞാനികവും ദീനീപരവുമായ നിലവാരം ഉയർത്താൻ ശ്രമിക്കേണ്ടതാണ്. ഇത് ഭാരവാഹികളുടെയും ഉത്തരവാദിത്തമാണ്. അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ സ്വന്തം നിലയിലും ഓരോരുത്തരുടെയും കഴിവുകളിൽ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. തർബിയത്തിന്റെ കാര്യം, തർബിയത്തിന്റെ സെക്രട്ടറി പ്രസിഡന്റിനോടൊപ്പം മറ്റു ഭാരവാഹികളും തങ്ങളുടെ മാതൃക കൊണ്ട് മറ്റുള്ളവരുടെ തർബിയത്തിനായി ശ്രമിക്കേണ്ടതാണ്. ഉദാഹരണമായി ഖുതുബ കേൾക്കൽ, ദർസ് കേൾക്കൽ, ജമാഅത്ത് പരിപാടികളിൽ പങ്കെടുക്കൽ. ഇത് മുഖേന ദീനിപരവും വൈജ്ഞാനികവും ആത്മീയവുമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. പരിപാടികളിൽ പങ്കെടുപ്പിക്കുക, ഖുതുബകളിൽ നിന്നും യോഗങ്ങളിൽ നിന്നും ഫലമെടുത്തുകൊണ്ട് ജമാഅത്തംഗങ്ങളെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടത് ഭാരവാഹികളുടെ ഉത്തരവാദിത്തമാണ്. മുറബിമാരുടെ ഉത്തരവാദിത്തത്തോടൊപ്പം മുഴുവൻ ഭാരവാഹിയുടെയും ഉത്തരവാദിത്തവുമാണിത്. ചില മുറബിമാർ വളരെ മികച്ച രീതിയിൽ ഈ പ്രവർത്തനം നടത്തുന്നുണ്ട്. എന്റെ ഖുത്ബയിൽ നിന്നും പോയിന്റുകൾ എടുക്കുകയും തങ്ങളുടെ ദർസുകളിലും തങ്ങളുടെ സദസ്സുകളിൽ മുഴുവൻ വാരവും എന്തെങ്കിലുമൊക്കെ കാര്യമെടുത്ത് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. ജമാഅത്തംഗങ്ങളിൽ ഇതിന്റെ നല്ല സ്വാധീനം ഉണ്ടാകാറുണ്ട്. ദർസ് കേട്ട് ഞങ്ങളുടെ ദീനിപരമായ അറിവ് വർദ്ധിച്ചെന്നും ഇന്ന കർമ്മം ചെയ്യേണ്ട ശരിയായ രീതി ഞങ്ങൾക്ക് മനസ്സിലായെന്നും ഞങ്ങളുടെ അലസത വിട്ടുമാറിയെന്നും പലരും എന്നോട് സൂചിപ്പിക്കാറുണ്ട്. ഞങ്ങൾ ദർസിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ഒരു ഉദ്ധരണി കേൾപ്പിച്ചു. അല്ലെങ്കിൽ ജനങ്ങൾ കാലത്തിന്റെ ഖലീഫയുടെ ഖുതുബ കേൾക്കാറുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായും മറ്റു സദസ്സുകളിലും നിരന്തരം ഇക്കാര്യങ്ങൾ ആവർത്തിക്കേണ്ട കാര്യമില്ല, ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് ഭാരവാഹികളും മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരും കരുതുന്നുവെങ്കിൽ അവർ തെറ്റിലാണ്. കാലത്തിന്റെ ഖലീഫയുടെ ഉപദേശം ഫലം കാണാത്ത സ്ഥിതിക്ക് നമ്മുടെ ഉപദേശങ്ങളിൽ എന്ത് ഫലമാണുണ്ടാവുക എന്നു കരുതി ഉപദേശങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാണെങ്കിൽ അതും തെറ്റാണ്. ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. എന്തായാലും അത് നിർബന്ധമാണ്. ചിലർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുക തന്നെയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ഉദ്ധരണികളിലെ വാക്കുകളെ തന്റെ വാക്കുകളിൽ ലളിതമായി വിവരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്നവരുമുണ്ടെന്ന് എന്റെ അന്വേഷണത്തിൽ എനിക്ക് ബോധ്യപ്പെടുകയുണ്ടായി. അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയത് ശരിയായിരുന്നില്ല. ആയതിനാൽ സമയാസമയങ്ങളിൽ ലളിതമായ രീതിയിൽ ചെറിയ തോതിൽ സദസ്സുകളിൽ
മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ പരിമിത ശേഷിയുള്ളവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആയതിനാൽ ആശ്രയത്തിന്റെ ആവശ്യം എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ബലഹീനവർക്ക് ആശ്രയമാവേണ്ടതാണ്. ചിലർ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ ഖുത്ബ 2-3 തവണ കേട്ടപ്പോഴാണ് മനസ്സിലായതെന്ന് പലരും എനിക്ക് എഴുതാറുണ്ട്. എന്നാൽ ഓരോരുത്തരും സ്വയം ശ്രദ്ധ കൊടുക്കാറില്ല. ആയതിനാൽ ദീനിന്റെ സേവനത്തിനായി തങ്ങളെ സമർപ്പിച്ചിട്ടുള്ളവർ ബലഹീനർക്ക് ആശ്രയമാവാൻ ശ്രമിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവർ അവർ എന്തു തന്നെയായാലും ഇതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. ജമാഅത്തായുള്ള നമസ്കാരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് പുരുഷന്മാരുടെ കടമയാണെന്ന് പലപ്പോഴും ഞാൻ ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാറുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായി വരുന്നവർ ആശ്രയമാവാൻ ശ്രമിക്കുകയാണെങ്കിൽ മികവുണ്ടാവുന്നതാണ്. ഭാരവാഹികൾ തന്നെയാവണമെന്നില്ല. സാധാരണ വ്യക്തികൾക്കും താങ്ങാവാൻ കഴിയുന്നതാണ്. ഇക്കാര്യം പരാമർശിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ഒരിക്കൽ ഞാൻ ഇശാ നമസ്കരിപ്പിച്ചു. പള്ളിയിൽ വെറും 2 സഫേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. ഖാദിയാനിലെ കാര്യമാണ്. അപ്പോൾ ഞാൻ ആളുകളോട് അയൽക്കാരെയും കൂടെ കൊണ്ടുവരാൻ പറയുകയുണ്ടായി. അടുത്ത ദിവസം മുതൽ സംഖ്യ വർദ്ധിക്കുന്നതായി നമസ്കരിക്കാൻ നേരം എനിക്ക് കാണാൻ കഴിഞ്ഞു. പുതുതായി വരുന്നവർക്കും നമസ്കാരം നിർബന്ധമാണെന്ന് അറിയാവുന്നതാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഫർസുകളിൽ ഉൾപ്പെട്ടതാണ്. എന്നാൽ ഇതിന്റെ പ്രാധാന്യം ഓർമ്മ വെക്കാനുള്ള കഴിവിൽ കുറവുണ്ടായിരുന്നു. അല്ലെങ്കിൽ അലസത കഴിവുകളെ മന്ദീഭവിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തലുകൾ കഴിവുകളെ തിളക്കമാർന്നതാക്കുന്നു, മികവുറ്റതാക്കുന്നതിന് ഹേതുവാകുന്നു. നമസ്കാരത്തിലെ ഹാജർ നിലയിലുണ്ടായ പുരോഗതി സൂചിപ്പിക്കുന്നത് കഴിവിനുപരിയായി ഭാരം കാരണത്താൽ പള്ളിയിൽ വരുന്നതിന് തടസ്സമായിരുന്നില്ല എന്നാണ്. മറിച്ച് അലസത കഴിവുകളെ അല്ലെങ്കിൽ പ്രാധാന്യം മനസ്സിലാക്കാൻ അനുവദിച്ചില്ല. ഇക്കാരണത്താൽ ക്രമേണ കഴിവുകൾ തുരുമ്പെടുത്തു. ക്രമേണ പള്ളിയിൽ വരുന്ന കാര്യത്തിൽ അലസതയുണ്ടായി. ചെറിയ പരിശ്രമം കൊണ്ട് അലസരായ ജനങ്ങൾ തങ്ങളുടെ അലസത വെടിയുന്നതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പ്രത്യേകം ചില തർബിയത്തി കാര്യങ്ങളിലേക്ക് ഇമാം അത്താഉൽ മുജീബ് റാഷിദ് സാഹിബിന്റെ ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ ജമാഅത്ത് അംഗങ്ങളോട് പള്ളിയിൽ വരാൻ പരസ്പരം സഹായിക്കണമെന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഇവിടെ ദൂരം കൂടുതലാണെങ്കിൽ അയൽവാസികൾ വാഹനം മാറി മാറി ഉപയോഗിക്കാനും പറഞ്ഞിരുന്നു. അങ്ങനെയാവുമ്പോൾ പെട്രോൾ ചെലവ് ആർക്കും ഭാരമാവുകയുമില്ല. ചിലർ മുമ്പും ഇങ്ങനെ ചെയ്തിരുന്നു. ജലിംഗത്തിലെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, സുബഹി നമസ്കാരത്തിന് 10 മിനിറ്റ് മുമ്പ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് അദ്ദേഹത്തിന് ഇത്ര സമയം കൊണ്ട് എത്താമെന്ന് ഫോൺ ചെയ്ത് പറയും. സുബഹി നമസ്കാരത്തിന് ഒരുങ്ങിക്കൊള്ളുക എന്നും പറയും. ഇങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നാൽ പള്ളിയിലെ ഹാജർ നില ഏറെ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിൽ നിന്നും എല്ലാവരും ഒരുപോലെ ഫലമെടുക്കുകയില്ല എന്ന കാര്യം നന്നായി മനസ്സിലാക്കേണ്ടതാണ്. ഓർമ്മപ്പെടുത്തലിന്റെ ആവശ്യം ഉണ്ടാവുക തന്നെ ചെയ്യും. ഓരോരുത്തരും തങ്ങളുടെ കഴിവനുസരിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കും എന്ന് ഞാൻ പറഞ്ഞു. ചിലർ സ്വയം ശ്രമിക്കുന്നു,
ചിലർ ആശ്രയം കണ്ടെത്തി മികവ് പുലർത്താൻ ശ്രമിക്കുന്നു. ചിലർക്ക് സ്വയം ആശ്രയമാവേണ്ടി വരും. തദ്വാര ജനങ്ങളുടെ കഴിവുകളുടെ പുരോഗതിയും സംഭവ്യമാവുന്നതാണ്. അതോടൊപ്പം ജമാഅത്തിന്റെ നിലവാരത്തിന്റെ ഉയർച്ചയും സാധ്യമാവുന്നതാണ്. ആയതിനാൽ ജമാഅത്ത് വ്യവസ്ഥിതിയും ജമാഅത്തങ്ങളിൽ മികച്ചവരും തങ്ങളുടെ കടമകൾ നിറവേറ്റേണ്ടതാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യമാണ് പറയുന്നത്. ഖുതുബയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഖുതുബക്കിടയിലും ചില ആളുകൾ മയങ്ങിപ്പോകുന്നത് ചിലപ്പോൾ ഞാനും കണ്ടിട്ടുണ്ട്. മയങ്ങിപ്പോകുക മാത്രമല്ല, ചിലപ്പോൾ ഗാഠനിദ്രയിലകപ്പെട്ട് പെട്ടെന്ന് അടുത്തിരിക്കുന്നവരുടെ മേലിലും വീഴാറുണ്ട്. അത്തരക്കാർക്ക് പിന്നീട് താങ്ങി നിർത്തേണ്ടതായി വരുന്നു. അത്തരക്കാരുമുണ്ടാകും. കൂടാതെ കേൾവിക്കുറവുള്ള അല്ലെങ്കിൽ ശരിയായി കേൾക്കാത്ത ചിലരുമുണ്ടാകും. കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയില്ല. ചിലർ തങ്ങളുടെ ചിന്തയിൽ ആണ്ടുപോകുന്നു. വിവിധ തരത്തിലുള്ള ഇത്തരം ആൾക്കാർ ഞങ്ങൾ ഖുതുബ കേട്ടു അല്ലെങ്കിൽ പ്രസംഗം കേട്ടു എന്ന് കരുതുന്നത് കൊണ്ട് എന്ത് ഫലമാണുണ്ടാവുക? എന്തായാലും അത്തരക്കാരെ ഓർമ്മപ്പെടുത്തലും ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് പിന്നീട് മുറക്ക് നടന്നുകൊണ്ടിരിക്കേണ്ടതാണ്. ജലസയ്ക്കിടയിൽ ചിലർ അടുത്തുള്ളവർ മയങ്ങുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ സ്വയം തങ്ങളുടെ ഉറക്കം അകറ്റുന്നതിനായി മുദ്രാവാക്യം വിളിക്കാറുണ്ട്. എന്തായാലും പ്രസംഗങ്ങൾ കേൾക്കുക, ഖുതുബ കേൾക്കുക, അതും ശ്രദ്ധയോടെ കേൾക്കുക, അത് ഉൾക്കൊള്ളുക, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നീ കാര്യങ്ങളെല്ലാം ഓരോരുത്തരുടെയും കഴിവിനാസ്പദമാണ്. എന്നാൽ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാവുകയാണെങ്കിൽ കഴിവുകൾ മെച്ചപ്പെട്ടു വരുന്നതാണ്. മറ്റുള്ളവരെയും തങ്ങളോടൊപ്പം മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നതും ഇസ്ലാമിന്റെ അധ്യാപനമാണ്. കേവലം മുറബിമാരുടെയും ഭാരവാഹികളുടെയും മാത്രം ജോലിയല്ല ഇത്. നമസ്കാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രദ്ധ നമ്മുടെ പള്ളികളുടെ ചുറ്റുവട്ടത്ത് അയൽക്കാർ താമസിക്കുന്നുവെങ്കിൽ ദൂരത്ത് തന്നെ കൊണ്ടുവരണമെന്നില്ല. ഉണ്ടാവുകയാണെങ്കിൽ മസ്ജിദ് ഫസലിന്റെയും ബൈത്തുൽ ഫുത്തുവിന്റെയും ചുറ്റുവട്ടത്തുള്ളവർ പരസ്പരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഹാജർ നില മെച്ചപ്പെടുന്നതാണ്. ഇതേപോലെ മറ്റു പള്ളികളിലെയും മറ്റുള്ളവരെ പരിഗണിക്കുന്നതും അവരുടെ ഉത്തരവാദിത്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നതും ഇസ്ലാമിന്റെ യഥാർത്ഥ സാഹോദര്യവും സഹവർത്തിത്വവുമാണ്. വിശ്വാസികൾ സ്വയം മുന്നേറുമ്പോൾ തങ്ങളുടെ സഹോദരങ്ങളെയും ഇത് കരസ്ഥമാക്കാൻ ക്ഷണിക്കേണ്ടത് അള്ളാഹു വിശ്വാസികളുടെ ഉത്തരവാദിത്വത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ബലഹീനരായവരെ വലിച്ച് ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ്. ഇക്കാര്യം മനുഷ്യനെ സ്വയം അള്ളാഹുവിന്റെ പാരിതോഷികങ്ങൾക്ക് അവകാശിയാക്കി തീർക്കുന്നതാണ്. നന്മയിലേക്ക് ക്ഷണിക്കുന്നവൻ നന്മ ചെയ്യുന്നവനെപ്പോലെ പ്രതിഫലത്തിനർഹനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. നമസ്കാരം ജമാഅത്തായി അനുഷ്ഠിക്കുന്നവർക്ക് തങ്ങളുടെ നമസ്കാരത്തിന് 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതോടൊപ്പം
തന്നോടൊപ്പം നമസ്കാരത്തിന് കൊണ്ടുവരുന്നവരുടെ പ്രതിഫലത്തോടൊപ്പം പ്രതിഫലം ലഭിക്കുന്നതായിരിക്കും. ഒരാൾ തന്നോടൊപ്പം 3 പേരെ നമസ്കാരത്തിന് കൊണ്ടുവന്നാൽ ആ നമസ്കാരത്തിൽ അയാളുടെ പ്രതിഫലം 27% പകരം 108% തന്റെ ദാസരെ അനുഗ്രഹിക്കാനുള്ള അള്ളാഹുവിന്റെ ശൈലിയും ഒന്ന് നോക്കുക. നമ്മിൽപ്പെട്ട ഓരോരുത്തരും ദീനിന്റെ പ്രവർത്തനത്തിൽ ഊർജ്ജസ്വലരാകുന്നതോടൊപ്പം മറ്റുള്ളവരെയും ഊർജ്ജസ്വലരാക്കാൻ ശ്രമിക്കേണ്ടതാണ്. എല്ലാവരും ഈയൊരു വികാരത്തോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ നാം കേവലം മറ്റുള്ളവരുടെ ശാക്തീകരണത്തിന് കാരണക്കാരാകുക മാത്രമല്ല, മറിച്ച് തങ്ങളുടെ കഴിവും ഞാനും ഒരു സ്ഥലത്ത് തന്നെ ഉറഞ്ഞിരിക്കുകയല്ല, മറിച്ച് അഭിവൃദ്ധി പ്രാപിക്കുന്നതാണ് എന്ന് കരുതി മുന്നേറുന്നതാണ്. മറ്റുള്ളവർക്ക് നന്മ പകർന്നുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള എത്രയോ ഇരട്ടി അനുഗ്രഹങ്ങൾക്ക് അവകാശികളായി മാറുകയും ചെയ്യുന്നതായിരിക്കും. ഞാൻ ഹദീസിൽ നിന്നും പറഞ്ഞതുപോലെ ഈ ചിന്താഗതി ജമാഅത്തിന്റെ പൊതുവായ പുരോഗതിയിൽ ഒരു വിപ്ലവം കൊണ്ടുവരുന്നതായിരിക്കും. നമ്മൾ നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുന്നവരാകട്ടെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആകർഷിച്ചു എടുക്കുന്നവരാകുമാറാകട്ടെ. അള്ളാഹു നമുക്കേവർക്കും ഇതിനുള്ള സൗഭാഗ്യം തന്നുമാറാവട്ടെ. ജുമാക്ക് ശേഷം ഞാൻ 2 ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. ഒന്ന് സിറിയയിലെ ബഹുമാന്യ ജനാനി ഹനി സാഹിബയുടേതാണ്. ഇവർ ഇപ്പോൾ തുർക്കിയിലായിരുന്നു. സിറിയക്കാരിയാണ്. ഇവർ ജനുവരി 23, 2015 57-ാം വയസ്സിൽ നിര്യാതയായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1958 ജനുവരി 11 ജനിച്ചു. ഈ ലോകം നശ്വരമാണെന്നും അതിനാൽ ദൈവസാമീപ്യം കരസ്ഥമാക്കേണ്ടതാണെന്നും കരുതി അഹമ്മദിയാകുന്നതിന് മുമ്പ് ഒരുപാട് മതവിഭാഗങ്ങളെക്കുറിച്ച് പഠനം നടത്തി. എന്നാൽ എവിടെയും സംതൃപ്തി കണ്ടെത്താൻ കഴിഞ്ഞില്ല. എപ്പോഴും വളരെ വേദനയോടുകൂടി അള്ളാഹുവിനോട് നേർമാർഗത്തിനായി ദുആ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം 1994 MTA കുറിച്ച് അറിയാൻ കഴിഞ്ഞു. ലിക്കാ മാൽ അറബ് എന്ന പ്രോഗ്രാം ഇവർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ഈ പ്രോഗ്രാം കണ്ട് അവരിൽ വലിയ സ്വാധീനമുണ്ടായി. പിന്നീട് ചില ചോദ്യങ്ങൾ ഹസരത്ത് ഖലീഫത്തുൽ മസീഹ് റാബീനെ അയച്ചു കൊടുത്തു. ഖലീഫത്തുൽ മസീഹ് റാബീന്റെ ലിക്കാ മാൽ അറബ് പരിപാടിയിലെ മറുപടിയിൽ ഇവർ ഏറെ പ്രഭാവിതയായി 1995 തന്റെ ഭർത്താവിന്റെ കൂടെ അഹമ്മദിയത്ത് സ്വീകരിച്ചു. ഈ തീരുമാനത്തിൽ ഇവരുടെ മകളും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇവർക്ക് ഇവരുടെ പിതാവിന്റെ ഭാഗത്തുനിന്നും കഠിനമായ എതിർപ്പുകൾ നേരിടേണ്ടതായി വന്നു. എന്നാൽ ഇവരുടെ നന്മ, തഖ്വ, സൽസ്വഭാവം, സൽക്കർമ്മങ്ങൾ എന്നിവ കണ്ട് ഇവരുടെ ഭർത്താവും മറ്റും മക്കളും ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. പരേത ലളിത പ്രകൃതക്കാരിയും സൽസ്വഭാവിയും ആത്മാർത്ഥതയുള്ളവളും കൃത്യമായ തഹജ്ജുദ് നമസ്കരിക്കുന്നവരും ആയിരുന്നു. എല്ലാവരെയും സഹായിക്കുകയും വലിയവരോടും ചെറിയവരോടും സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടി പെരുമാറിയിരുന്നു. പരേത സിറിയയിലും തുർക്കിയിലും ലജ്നകളെയും കുട്ടികളുടെയും തർബിയത്ത് കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധിച്ചു. നമസ്കാരത്തിലും ജമാഅത്ത് വ്യവസ്ഥിതിയോടും ഖിലാഫത്തിനോടും ചേർന്ന് നിൽക്കുന്നതിന്റെ പ്രാധാന്യം അവരുടെ ഹൃദയത്തിൽ ഈ വികാരം രൂഢമൂലമാക്കി. അതിൽ നിർണായകമായ പങ്കുവഹിച്ചു. നീണ്ടകാലം അവിടെ അഥവാ സിറിയയിൽ ഒരു പട്ടണത്തിലെ സദർ ലജ്നയായി പ്രവർത്തിച്ചു. പിന്നീട് തുർക്കിയിൽ വന്നപ്പോൾ അവിടെയും സദർ ലജ്നയായി നിയോഗിക്കപ്പെടുകയുണ്ടായി. അവസാനം വരെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടിരുന്നു. ഇവർക്ക് ഭർത്താവിനെ കൂടാതെ 2 ആൺമക്കളും ഒരു പെൺകുട്ടിയുമുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാവരും ആത്മാർത്ഥരായ അഹമ്മദികളാണ്. മർഹൂം മൂസിയായിരുന്നു. സിറിയയിലെ അവസ്ഥ കാരണം അവരുടെ ചില റെക്കോർഡുകൾ നഷ്ടപ്പെട്ടു. എന്തായാലും അവരുടെ വസിയത്ത് നടപടിക്രമത്തിലാണ്. മജ്ലിസ് പർദാസ് അത് അംഗീകരിക്കേണ്ടതാണ്. പരേതയുടെ മകൻ അലി ജബർ സാഹിബ് പറയുന്നു, മാതാവ് കൃത്യമായി തഹജ്ജുദ് നമസ്കരിക്കുമായിരുന്നു. കുടുംബത്തെയും ഇക്കാര്യം ഉപദേശിക്കുമായിരുന്നു. ഉറക്കത്തിന്റെ അനുഭൂതിയെ തഹജ്ജുദിന്റെ ആവേശത്താൽ മാറ്റണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. തദ്വാര നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭൂതി അള്ളാഹുവിന്റെ ആരാധനയാണെന്ന് തെളിയിക്കുന്നവരായിരിക്കുമെന്ന്. നിങ്ങൾ വളരെ പ്രിയപ്പെട്ടവരെ അസ്വസ്ഥതയോടെ കാത്തിരിക്കുന്നത് പോലെ
നമസ്കാരത്തിനായി വുളു ചെയ്ത് ബാങ്ക് പ്രതീക്ഷിച്ചിരിക്കുക. അങ്ങനെ ദൈവത്തോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഈ മാതൃകയും അവലംബിക്കണമെന്ന് ഞങ്ങളോട് പറയുമായിരുന്നു. തുർക്കിയിൽ നിന്നും മുഹമ്മദ് ഷരീഫ് സാഹിബ് എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹസ്രത്ത് മസീഹ് ഇസ്ലാം, ഖിലാഫത്ത്, ഖലീഫമാരോടുള്ള സ്നേഹം, ഇതിന്റെ സ്വാധീനം അവരുടെ പക്കൽ ഇരിക്കുന്നവരിൽ ഉണ്ടാകുമായിരുന്നു. ഹസ്രത്ത് മസീമുൽ ഇസ്ലാമിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അവരുടെ സംസാരത്തിന്റെ കാതലായ ഭാഗം എപ്പോഴും ഖുർആൻ വചനമോ ഹദീസോ മസീമുൽ ഇസ്ലാമിന്റെ ഉദ്ധരണിയായിരുന്നു. ഫാത്തിമ സാഹിബ് എഴുതുന്നു, ഞാൻ ബയ്യത്ത് ചെയ്തത് മുതൽ പരേത എന്റെ കാര്യം ശ്രദ്ധിക്കുമായിരുന്നു. എന്നെ ഒരിക്കലും കൈവിട്ടില്ല. ഏതെങ്കിലും കുട്ടികൾ ഖുർആൻ പാരായണം ചെയ്യുന്നതോ ഹസരത്ത് മസീമുൽ ഇസ്ലാമിന്റെ കസീദ ചൊല്ലുന്നതോ കേട്ടാൽ അവരെ സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഫാത്തിമ സാഹിബ് എഴുതുന്നു, അവസാന തവണ ഞാൻ ഇവരെ കാണാൻ പോയപ്പോൾ അവർ എന്നോട് പറഞ്ഞു, നീ ഏതവസ്ഥയിലും ഖലീഫയെ അനുസരിക്കണം എന്ന് നിന്നോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു പരേതയുടെ പദവി ഉയർത്തുമാറാകട്ടെ. അവരുടെ സന്തതികളിലും തലമുറകളെയും എപ്പോഴും ജമാഅത്തിനോട് ചേർത്ത് വെക്കട്ടെ. അവരുടെ ആഗ്രഹം പോലെ തന്നെ ഇസ്ലാമിന്റെ യഥാർത്ഥ സേവകർ ആക്കുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ മെക്സിക്കോയിലെ ഹബീബ സാഹിബയുടേതാണ്. 2015 ജനുവരി 19 100-ലധികം വയസ്സ് പ്രായമുള്ളപ്പോൾ വഫാത്തായി. ജൂൺ 2014 ഇവർ അഹമ്മദിയത്ത് സ്വീകരിച്ചത്. പരേത അങ്ങേയറ്റം വാർദ്ധക്യത്തിലാണ് ഇസ്ലാം സ്വീകരിച്ചത്. എന്നാൽ ഈ പ്രായത്തിലും ഇവർ നമസ്കാരം പഠിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ദുആ ചെയ്യുന്നവരും കൂടുതലായി ദിക്ർ ചൊല്ലുന്നവരും ദൈവസ്മരണ നടത്തുന്നവരുമായിരുന്നു. സൽസ്വഭാവിയുമായിരുന്നു. മരണത്തിന് തൊട്ടുമുമ്പ് ളുഹർ നമസ്കരിച്ചു. ദിക്റുൽ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഇവരുടെ വഫാത്ത്. മെക്സിക്കോയിലെ ഒരു സ്റ്റേറ്റിലെ ചിയാപ്പോ ഗ്രാമത്തിലാണ് ഇവർ ജനിച്ചത്. ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ്. ഇവരുടെ പിതാവ് പ്രദേശത്തെ ഒരു പ്രസിദ്ധ പാതിരിയായിരുന്നു. അദ്ദേഹം കത്തോലിക് ചർച്ചിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് മതം സ്വീകരിച്ചു. 1981 മതവിദ്വേഷം കാരണം കൊല ചെയ്യപ്പെടുകയുണ്ടായി. പരേതയുടെ ഭർത്താവ് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഈ പ്രദേശത്തെ പാതിരിയായി നിയോഗിക്കപ്പെട്ടു. 1996 പരേതയുടെ പേരമകൻ മഹാസ് ഇബ്രാഹിം സായ് മുഖേന ഇസ്ലാം മതം സ്വീകരിച്ചു. ഇദ്ദേഹത്തിന്റെ തബ്ലീഗ് ഫലമായി പരേതയുടെ ഭർത്താവും കുടുംബവും ഇസ്ലാം സ്വീകരിച്ചു. ഇപ്പോൾ ഇവരുടെ മക്കളും പേരമക്കളും എല്ലാവരും അഹമ്മദി മുസ്ലിങ്ങളാണ്. അള്ളാഹു പരേതയുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇവരുടെ തലമുറയെ എപ്പോഴും അഹമ്മദിയ മുസ്ലിം ജമാഅത്തുമായി ബന്ധിപ്പിച്ചു നിർത്തട്ടെ. പരേതയുടെ കരടിപ്പാതകളെ അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.